ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബണ്ണിൻ്റെ കിറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, നമുക്ക് ഒരുപാട് ഓർഡേഴ്സാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളോട് ഉണ്ടോ എന്ന് അങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നല്ല, അവർക്കൊക്കെ ഓരോരുത്തർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റുമാണ്. അതുപോലെ തന്നെ വളരെ റേറ്റ് കുറവിലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ ഒരുപാട് കൂടുതലായിട്ടാണ് നമ്മളിങ്ങനെ കിറ്റുകളാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അത് നമ്മൾ പല പ്രാവശ്യം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയൊരു എമൗണ്ടിൻ്റെ, അതായത് ഞങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പം അങ്ങനെയുള്ളൊരു കിറ്റ് തയ്യാറാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവരൊക്കെ ഒരു ഇത് വിചാരിച്ചിട്ടാണ്, വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ, എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടായി എന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ ചെറിയൊരു പൈസക്ക് വാങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് ഓൾഡ് സ്റ്റോക്കുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിങ്ങനെയെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമെന്ന്. കാരണം ഒട്ടും വാങ്ങാണ്ട് എനിക്ക് തരാനായിട്ടും പറ്റില്ല. എനിക്കും എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ലാഭം, ഇതിൽ നിന്ന് നമുക്ക് വലിയ ലാഭമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചെറിയൊരു ലാഭം മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണുള്ളൂ, മതി. കാരണം എന്നാലും വേണ്ടില്ല, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ചെയ്യണം, എന്തെങ്കിലും ഒരു വരുമാനം ചെയ്യണം, അതിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കണം, വേറൊരാളുടെ കാലും കയ്യും പിടിക്കാണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് തന്നെ ചെയ്തത്. അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ ബൺ മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഷിപ്പിംഗ് പോസ്റ്റ് ആണെങ്കിൽ 50 രൂപയാണ് വരിക. അപ്പോൾ ആ പോസ്റ്റ് 50 രൂപ കൊടുക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് എത്ര, അതായത് 1 kg വരെയാണ് നമുക്ക് 50 രൂപ ആ ഒരു ഇതിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് കിറ്റ് വാങ്ങുമ്പോൾ എത്ര കിറ്റ് വേണമെങ്കിലും വാങ്ങാം. കാരണം 50 രൂപ നിങ്ങൾ വെറുതെ കൊടുത്തിട്ടാണ് ഈ 50 രൂപയുടെ കിറ്റ് നിങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം ഓർഡർ എടുക്കാൻ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ജ്വല്ലറി ബിസിനസ് ആണെങ്കിലും ഹെയർ അക്സസറീസ് ആണെങ്കിലും എനിക്ക് ലാഭമുണ്ടോ? ഞങ്ങൾ താടെ ഈ ഒരു വീഡിയോസും ഈ ഒരു ചാനലും കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് വിടുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓൺലൈൻ ബിസിനസ്, അതായത് സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലായിക്കോട്ടെ, അതുവഴിയാണ് നമുക്ക് കൂടുതലും ഓർഡേഴ്സ് കിട്ടുന്നത്. നമ്മൾ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്ത് അത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും ആൾക്കാർ കണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരു സോഷ്യൽ മീഡിയയും ഇല്ല, യൂട്യൂബും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ വീഡിയോസ് ഒരാളും കാണുമില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ല, ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ തുടക്കത്തിൽ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, 1-2 വീഡിയോസൊക്കെ ഇടുമ്പോൾ എവിടെ ഓർഡർ കിട്ടുന്നു, ഓർഡർ പോലും എനിക്ക് കിട്ടാണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഓർഡർ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലൊക്കെ എന്നാണ് ഓർഡർ കിട്ടുക എന്നൊക്കെ ആലോചിച്ചിട്ടിരുന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് തളരാനൊന്നും പോയില്ല. അവിടുന്ന് അങ്ങോട്ട് ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ട് ഒരു ദിവസം നമുക്ക് എത്ര ഇടാൻ പറ്റണോ ആ രീതിയിലൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് പോയി. അവിടുന്ന് ഇപ്പം മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് 21 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുമുണ്ട്. അതുമാത്രമല്ല, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് കൂടുതലും നമുക്ക്, നിങ്ങൾ വിചാരിക്കണ മോഡലാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു മോഡലാണോ ഇപ്പോൾ ഇറങ്ങുന്നത് ആ ഒരു മോഡൽ പെട്ടെന്ന് ഇറക്കാനും പറ്റാത്തത്, നമുക്ക് കിട്ടണേന്ന് കുറച്ച് നമ്മുടെ കടങ്ങളിലേക്കും പോകുന്നുണ്ട്, കുറച്ച് മാത്രമാണ് നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ടും കിട്ടുന്നുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് വിചാരിച്ച പോലെ സാധനം പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ പറ്റാത്തത്. എന്തായാലും ഇൻഷാ അല്ലാ ശരിയാവും, 2-3 മാസത്തിനുള്ളിൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അതിലിടക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ആങ്ങളെയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു, ഒരു കട ഇടാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് ഞാനും ബ്രദറും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്.
പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി എത്ര ആയാലും ആങ്ങളും പെങ്ങളും അല്ലേ, അത് ലാസ്റ്റ് എന്തായാലും വഴക്കിലേക്ക് തന്നെ എത്തുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച്. ലാസ്റ്റ് എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിലും ലാസ്റ്റ് പിന്നെ അത് വഴക്കിലാണ് അവസാനിക്കുക. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് ഒക്കെ ശരിയാവുമായിരിക്കും. അതിനിപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ കൂടെ സപ്പോർട്ട് ചെയ്യാൻ, അതുകൊണ്ട് പിന്നെ പേടില്ല. ഇവിടം വരെയൊക്കെ നമ്മൾ എത്തിയില്ലേ, അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ പോകും. പിന്നെ നമ്മുടെ നല്ലൊരു വീഡിയോ വരുന്നുണ്ട്. അത് എന്തായാലും സർപ്രൈസാണ്. അപ്പം എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സർപ്രൈസിങ് വീഡിയോ ആണത്. അപ്പോൾ അത് എന്താണ് ഏതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അത് നമ്മൾ ആ ഒരു സർപ്രൈസിങ് വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യമാണ് ഇടുക. ഏകദേശം ആൾക്കാർക്കും അതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അന്ന് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ പറയാം. അപ്പോൾ ഒരുവിധ ആൾക്കാർ ഇങ്ങനത്തെ ഓരോ ഡൗട്ടൊക്കെ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ക്ലിയറാക്കി തന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടാതെ വീട്ടിലിരുന്നിട്ട് തന്നെ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോ. നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുക. നമ്മൾ സാധനം അയച്ചു തരുന്നതിൻ്റെ 2 ദിവസം മുന്നൊക്കെ ആയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ടെന്നാൽ മതി. അല്ലെങ്കിൽ പകുതി അടച്ചിട്ട് പകുതി പിന്നെ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ചെറിയൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അത് മടി കൂടാതെ ചെയ്യുക. നിങ്ങൾ ഇറങ്ങുക, ധൈര്യത്തോടു കൂടെ ഇറങ്ങുക. നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊരു സഹായത്തിനും എപ്പോൾ മെസ്സേജ് ഇട്ടാലും മറുപടി തരാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.